ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബ്ലൗസിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ളൊരു ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് അളവെടുത്ത് നമ്മൾ വെട്ടുന്നതെന്നാട്ടോ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു തുണി എടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്ലൗസ് എടുക്കാം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ബ്ലൗസ് കട്ട് ചെയ്യാം. പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ ബ്ലൗസ്. അപ്പം നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലും കുറച്ച് ഡൗട്ടുകളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഇതൊന്നും കൂടെ നമ്മൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്ലൗസ് ആദ്യം തന്നെ നമ്മൾ എടുത്ത് പിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള തുണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ രണ്ടാക്കി മടക്കിയിടണം കേട്ടോ. അപ്പോൾ ഈ തുണി നമ്മൾ അത്യാവശ്യം ലെങ്ത്തും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊന്നും ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഫസ്റ്റ് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇതിന്. അപ്പോൾ നമുക്കിത് ഫ്രണ്ടും ബാക്കുമായിട്ട് വെട്ടി മാറ്റണം. നമ്മൾ രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഫ്രണ്ടും ബാക്കൊക്കെ വെട്ടുന്നത്. അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും വെട്ടിക്കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള അളവുകളൊക്കെ രേഖപ്പെടുത്തി ഓരോന്ന് സെപ്പറേറ്റ് തന്നെ കേട്ടോ ഫ്രണ്ടും ബാക്കും വെട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അളവുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് മടക്കിയിട്ട് ഈ ഒരു പീസിന് നമ്മൾ രണ്ടാക്കി മുറിച്ച് മാറ്റാം കേട്ടോ. അതിന് ശേഷം മുകളിൽ കാണുന്നതാണ് നമ്മൾ ബാക്ക് സൈഡിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗം ബാക്ക് സൈഡിൻ്റെ അളവുകളൊക്കെ രേഖപ്പെടുത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അപ്പം നമ്മുടെ കയ്യിലുള്ള ബ്ലൗസിൽ നിന്ന് തന്നെ നമുക്ക് അളവെടുത്ത് തയ്ക്കാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണ് കേട്ടോ ഇതിലൂടെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അളവെടുത്ത് ചെയ്യാം. ചുരിദാറായാലും പാൻറ്റായാലും എന്തായാലും നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡൗട്ടും പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പം നമ്മൾ തുണീനെ രണ്ടാക്കി ഇതുപോലെ മടക്കിയിടാം കേട്ടോ. അപ്പം നമ്മൾ ബെൽത്താണ് ഇടാൻ പോകുന്നത്. അപ്പോൾ തുണിയൊക്കെ ഏറ്റവും തുല്യമാക്കി തന്നെ വെക്കാം. ഇനി നമുക്ക് ഒരു ബ്ലൗസിൽ നിന്ന് എങ്ങനെ അളവെടുത്ത് വെട്ടാമെന്നാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പാകമുള്ളൊരു ബ്ലൗസ് എടുക്കുക. അതിൽ നിന്നാണ് നമ്മൾ അളവുകളൊക്കെ എടുക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം കേട്ടോ നമ്മൾ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാകമുള്ളൊരു ബ്ലൗസ് എടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ എടുക്കണം. ഈ താഴത്തെ വശത്തിൻ്റെ അളവ് നമുക്ക് എടുക്കണം. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ കൈക്കുഴി ഭാഗത്ത് കൂടെ നമ്മൾ മൊത്തം ഈ ഒരു ഏരിയയിലെ അളവും നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. നമ്മൾ തുണീനെ മടക്കിയിടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബാക്ക് കഴുത്താണ് വെട്ടുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഇതിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വയ്ക്കാം. അതിന് ശേഷം ബാക്ക് കഴുത്തിൻ്റെ അളവുകളൊക്കെ നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാം. ഇത് നമുക്ക് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ചില ബ്ലൗസുകൾ നമുക്ക് ഇസ്തിരിയിട്ടൊന്ന് പെർഫെക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അളവുകളൊക്കെ നോക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്ത് നമുക്ക് തുല്യമാക്കി മടക്കി വയ്ക്കാം കേട്ടോ സൈഡ്. പിന്നെ കൈയും ഇതൊക്കെ ഒന്ന് കറക്റ്റാക്കി വയ്ക്കാം. ഇനി നമ്മൾ തയ്ക്കാനുള്ള തുണി ഇതുപോലെ രണ്ടാക്കി മടക്കിയിടാം കേട്ടോ. കറക്റ്റാക്കി തന്നെ ഇടണം. അടിവശമൊക്കെ തുല്യല്ലേ നോക്കുക. കണ്ടോ, ഇങ്ങനെ പെർഫെക്റ്റ് ആക്കി ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ബ്ലൗസ് നേരത്തെ നമ്മൾ മടക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റാക്കി തന്നെ മടക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ അളവുകൾ ഇതുപോലെ ഈ സൈഡൊക്കെ കറക്റ്റാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയും രണ്ടും തുല്യല്ലേ നോക്കാം. അതിനുശേഷം നമ്മൾ അളവ് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇതുപോലെ അടയാളപ്പെടുത്തും. അതിനുശേഷം കൈക്കുഴി വരുന്ന ഭാഗത്ത് ഇതുപോലെ കൈ ഇങ്ങനെ പോക്കും. അതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ നമ്മളിങ്ങനെ വരച്ച് ചേർക്കും. നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ അളവ് നമ്മളെടുത്തത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായില്ലേ, അതേ മോഡലിനെ നമ്മുടെ ബ്ലൗസിൻ്റെ അളവ് ഇതുപോലെ തന്നെ കറക്റ്റ് നമ്മുടെ കയ്യിലുള്ളൊരു ബ്ലൗസ് വെച്ച് എങ്ങനെ മെഷർമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരുന്നത്. പിന്നെ നമുക്ക് അളവുകളൊക്കെ രേഖപ്പെടുത്തി കാണിച്ചു തരാം. താഴെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കണം, മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വേണം നമ്മൾ നമ്മുടെ ബ്ലൗസ് ഇതുപോലെ വേനായിട്ട്. അതുപോലെ ഈ സൈഡൊക്കെ കറക്റ്റ് അല്ലേ നോക്കണം. നമ്മൾ അടയാളപ്പെടുത്താൻ പോവാണ് കേട്ടോ നമ്മുടെ അളവുകൾ. അപ്പോൾ ഈ അറ്റുണ്ടല്ലോ, ഇതിപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് കുറഞ്ഞാണ് വരിക. ആ ഒരു ഷേപ്പ് ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ഈ പോയിന്റിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. അതിന് ശേഷം നമുക്ക് ഈ ഷേപ്പ്
വരച്ച് കൊടുക്കണം. ചോക്ക് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ഈ ലെവലിൽ ഇതുപോലെ വരച്ച് കൊടുക്കുക. കൈക്കുഴിയുടെ ആ ഭാഗം തുടങ്ങി താഴത്തോട്ട് ഇതുപോലെ വരയ്ക്കുക കേട്ടോ. നമ്മൾ തയ്യൽ തുമ്പായിട്ട് എക്സ്ട്രാ ഇടണം. നമ്മളിപ്പോൾ ഇത് കറക്റ്റ് അളവാണ് വരയ്ക്കുന്നത്. തയ്യൽ തുമ്പായിട്ട് നമ്മൾ എക്സ്ട്രാ ഇടേണ്ടത് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇവിടം വരെ വരയ്ക്കാം. ഇനി കൈക്കുഴിയുടെ അവിടെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് എന്ത് ഇതൊന്നിങ്ങനെ അങ്ങോട്ട് മടക്കാം. കണ്ടോ? ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു അടയാളം ഇങ്ങനെ ഇടാം. അതിന് ശേഷം ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ കൈക്കുടി അടയാളപ്പെടുത്താനായിട്ട്. ഇതുപോലെ ഇങ്ങനെ മടക്കാം. കറക്റ്റ് ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ റൗണ്ട് ഷേപ്പിൽ നമ്മുടെ കൈക്കുഴി വരച്ചു കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്താട്ടോ നമ്മുടെ കൈക്കുഴി. ഷോൾഡർ മുതൽ കൈക്കുഴി വരെ കറക്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇനി നമ്മൾ അടുത്തത് കഴുത്താണ് കേട്ടോ. ബാക്ക് കഴുത്താണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ കറക്റ്റാക്കി തന്നെ തുണി വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അളപ്പെടുത്താം. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൗസ് എടുത്ത് ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് അളവുകളൊക്കെ അടയാളപ്പെടുത്താം. ഈ കഴുത്ത് നമുക്ക് അടയാളപ്പെടുത്താം കേട്ടോ. പിന്നെ നമുക്കുള്ളത് ഷോൾഡറാണ്. അപ്പോൾ അവിടെ ഒന്ന് കറക്റ്റ് പിടിച്ചിട്ട് വേണം നമ്മൾ രേഖപ്പെടുത്താൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയിട്ടൊന്നുമില്ലല്ലോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും നോക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് അളവ് എടുത്തിട്ടുണ്ട്. മാറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അളവുകളൊക്കെ രേഖപ്പെടുത്തിയത്. നമുക്ക് നമ്മുടെ ബ്ലൗസ് മാറ്റി നോക്കാം. നമ്മൾ വരച്ചിട്ടുള്ള അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലൗസ് എടുത്ത് മാറ്റിയപ്പോൾ നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ വരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ അളവ് നമ്മൾ എടുത്തിട്ടുള്ളതൊക്കെ ഒന്ന് കറക്റ്റ് അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ബ്ലൗസ് എടുത്ത് നമുക്കിതുപോലെ അളന്ന് നോക്കാം കേട്ടോ എല്ലാ ഭാഗവും. ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ ഈ അടിവശം ഉണ്ടല്ലോ, ഈ അടിയിൽ ഈ ഭാഗത്തിന് എത്രയാണ് അളവ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടാപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അളന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് അളക്കാം നമുക്ക്. അപ്പോൾ ഈ അറ്റത്തുനിന്ന് തന്നെ പിടിച്ചു തുടങ്ങാം. പിന്നെ നമ്മൾ ഇടയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ പിടിക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പിടിച്ച് പോയാലേ നമുക്ക് കറക്റ്റ് അളവ് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ പല ഷേപ്പായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് പോയില്ലെങ്കിൽ അളവുകൾക്ക് വ്യത്യാസം വരും. അപ്പോൾ അത് ഇടയിൽ ഇങ്ങനെ പിടിച്ച് കറക്റ്റ് ടൈറ്റായിട്ട് തന്നെ ഇങ്ങനെ പിടിച്ച് നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ എത്ര കിട്ടണേന്ന് നമുക്ക് നോക്കാം. അതും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളതും കറക്റ്റ് അല്ലേ നോക്കണം. അപ്പോൾ ഒരു 20 കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കിത് ഇവിടെ 7.5 കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നേരത്തെ അവിടെ 30 കിട്ടിയതിൻ്റെ 4/1 ഭാഗമാണ് നമ്മൾക്ക് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ അതേ നമുക്ക് 7.5 കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകൾ വശത്ത് ഒന്ന് അളന്ന് നോക്കണം. അതും കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഈ ഒരു വശത്തു നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ അളന്ന് നോക്കിയ ഭാഗം എത്രയാണ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഈ കൈക്കുഴിയിലേക്ക് നോക്കുമ്പോൾ ഉള്ള അളവ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ അതേ നമുക്കതൊന്ന് അളന്ന് നോക്കാം. ഈ അറ്റത്ത് നിന്ന് തുടങ്ങാം നമുക്ക്. അപ്പോൾ ഈ ഭാഗമൊക്കെ പിടിക്കുമ്പോൾ കറക്റ്റ് കൈക്കുഴി കൂടി ഇങ്ങനെ പിടിച്ച് നോക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ അതാ ഈ അറ്റത്ത് നിന്ന് തുടങ്ങാം. കണ്ടോ, ഇവിടെ ഒരു 9 കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ അപ്പോൾ ഡി ഇടാണ്ട് ഇങ്ങനെ നോക്കണം. ബാക്ക് കഴുത്തിൻ്റെ ഭാഗമാണിത്. അളവെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അളവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടും. അപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഒരു 39-40 അടുത്ത് കേട്ടോ. പിന്നെ നമുക്ക് മുകളിലെ ഈ ഒരു വശം എത്രയാണെന്നുള്ളത് നോക്കണം.
നമുക്ക് അളന്ന് നോക്കാം. ഒരു 9.5 ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ബ്ലൗസിൻ്റെ അടിക്കാനായിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ വരച്ചേ കൂടെ ഒരു 1.5 ഇഞ്ച് ഇതുപോലെ വരച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം. അതിനുശേഷം ബാക്കിയുള്ള തുണി നമുക്ക് വെട്ടി മാറ്റാം കേട്ടോ. അപ്പോൾ അത് ഇത്രയാണ് തയ്യൽ തുമ്പായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് കൈക്കുഴിയും അതുപോലെ തന്നെ ഷോൾഡറും അതിൻ്റെ അളവുകളൊക്കെ നോക്കാം. അപ്പം നമ്മുടെ കൈക്കുഴി നമ്മൾ എടുത്തിട്ടുള്ള ബ്ലൗസിൻ്റെ കൈക്കുഴി എത്രയാണ് അളന്ന് നോക്കട്ടെ. അപ്പോൾ കൈ ഒന്ന് കറക്റ്റാക്കി വെക്കുക. ആ ചുളിവും ഇതൊക്കെ ഒന്ന് നേരാക്കി വെച്ചിട്ട് നമുക്ക് അളവെടുക്കാം. അതുപോലെ മുകളിൽ നിന്ന് ആ റൗണ്ട് ഷേപ്പൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ പിടിച്ച് നോക്കണം കേട്ടോ. നമ്മൾ നേരെ ഇങ്ങനെ എടുക്കരുത്. ഒരു വിരലിങ്ങനെ ഇടയിൽ വെച്ച് അതിൻ്റെ കറക്റ്റ് അളവെടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളത് ഒരു 8 ഒക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ അളവ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ആക്കുമ്പോഴേ നമുക്ക് 8 തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ആയിരം വളച്ചൊക്കെ കൊടുക്കുമ്പോൾ 8 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഷോൾഡർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഷോൾഡർ നമുക്ക് ഒരു 2 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഷോൾഡർ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 2 തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ തയ്യൽ തുമ്പായിട്ടൊരു 1/2 ഇഞ്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്തിടാം. തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ. ഇനി നമുക്കിത് വെട്ടി മാറ്റാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കഴുത്താണ്, ബാക്ക് കഴുത്താണ് നമ്മൾ വെട്ടി മാറ്റുന്നത്. അപ്പോൾ അത് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെട്ടി മാറ്റാം. പിന്നെ അതിന് ശേഷം നമ്മൾ കൈക്കുഴിയും പിന്നെ നമ്മൾ ഷേപ്പ് വരച്ചിട്ടുള്ളതും കൂടെ വെട്ടി മാറ്റണം കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുന്നത്. ഏതായാലും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കഴിഞ്ഞല്ലോ. ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം വെട്ടി മാറ്റാം. അത് നമ്മൾ കൈയൊക്കെ വയ്ക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതും കൂടെ ഒന്ന് വെട്ടി മാറ്റാം നമുക്ക്. ഇനി നേരെ നമ്മുടെ കൈക്കുഴിയാണ് വെട്ടേണ്ടത് കേട്ടോ അടുത്തത്. ഇത് വെട്ടിയിട്ട് നമ്മൾ ഷേപ്പിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അതിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ 1.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അത് മാർക്ക് ചെയ്തേ കൂടെ നമ്മൾ ആ ഒരു ഷേപ്പിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മുടെ ബാക്ക് കഴുത്തും അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ബാക്ക് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ബാക്കി. ഇനി അതൊന്ന് നിവർത്തി കാണിച്ചു തരാം. ഇനി നമുക്കിത് നിവർത്തി നോക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് കഴുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിത് അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പോൾ അത് കാരണം അടുത്ത വീഡിയോയിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതാണ് ഇടുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.